നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒക്ടോബർ 7-ന് ജൂതരാഷ്ട്രത്തിന് നേരെ നടന്നതുപോലെ ഒരു യുദ്ധം, ഒരാക്രമണം ഇനി നടത്താൻ ഒരുത്തർക്കും ധൈര്യം വരരുത്. അതുകൊണ്ട് ശത്രുക്കളെയെല്ലാം ഒറ്റയടിക്ക് തീർത്തേ ഈ യുദ്ധം അവസാനിപ്പിക്കൂവെന്ന് ഇസ്രയേലിന്റെ പ്രതിജ്ഞ. തുടക്കത്തിൽ ഗാസയിൽ മാത്രം ഒതുങ്ങിയ യുദ്ധം പൊടുന്നനെയാണ് റഫയിലേക്ക് IDF വ്യാപിപ്പിച്ചത്. കാരണം ഈജിപ്ത് അതിർത്തിയിൽ ഹമാസ് ഗ്രൂപ്പുകൾ ധാരാളം ഉണ്ടായിരുന്നു. ഇവരിവിടെ തുരങ്കമുണ്ടാക്കി അതിനുള്ളിലിരുന്ന് ആക്രമണം നടത്തുകയും ആയുധങ്ങൾ ഗാസയിലേക്ക് ഒഴുക്കുകയും ചെയ്തിരുന്നു. റഫയിൽ കയറിയാണ് ഇസ്രയേൽ ഇതിനുള്ള മറുപടി കൊടുത്തത്. വലിയ ആക്രമണം അഴിച്ചുവിട്ടു. ഇതോടെ ഈജിപ്ത് ഭയപ്പെട്ടു, തങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടാകുമോ എന്ന്. അതും കഴിഞ്ഞ് നേരെ ലെബനനിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അടുത്തത് ആരെന്നതാണ് ഖത്തറിനെ ഭയപ്പെടുത്തുന്നത്. ഇതേ ഭയത്തിലാണ് തുർക്കിയും. കാരണം തുർക്കിയും ഹമാസിനെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ്. ഖത്തർ ഭയപ്പെടുന്നത് ഹമാസിനെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിച്ചിട്ടുള്ളത് 8ന്റെ പണിയാകുമോ എന്നോർത്താണ്. കൂടാതെ ഹമാസ് തലവന്മാർ രാഷ്ട്രീയ അഭയം തേടിയിരിക്കുന്നത് ഖത്തറിലാണ്. ആ അറബ് മണ്ണിൽ ഇരുന്നു കൊണ്ടാണ് നേതാക്കൾ ഗാസയിലെ യുദ്ധം നിയന്ത്രിച്ചത്. റഫയിലേക്ക് ജൂതപ്പട ആക്രമണം നടത്തിയപ്പോൾ മുതൽ ഉറക്കം നഷ്ടപ്പെട്ടു ഖത്തറിന്. ഇപ്പോൾ ലെബനനിലേക്ക് കയറിയതോടെ അടുത്തത് ഖത്തറിനെ കുറിവെക്കുമോ എന്ന ആശങ്ക. മൊസാദ് ചാരന്മാർ ഇപ്പോഴും ദോഹയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ഇസ്മയിൽ ഹനിയയെയും യഹിയ സിൻവറും ഇരുവരെയും കിട്ടാതെ മൊസാദും അടങ്ങില്ല. ഇതിനിടെ IDF ലെബനനിൽ ആക്രമണം അഴിച്ചുവിട്ടതോടെ ഇറാന്റെ പ്ലാൻ പൊളിയുകയാണ്. നേരിട്ട് കളത്തിലിറങ്ങാതെ ഇറാൻ മാറി നിൽക്കുകയാണ്. മുൻപ് ഗാസ ഇസ്രയേൽ യുദ്ധത്തിൽ വലിയ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് ഇറാൻ രംഗത്ത് വന്നിരുന്നു. ഹൂതി വിമതരെയും ഹിസ്ബുള്ളയെയും ഒക്കെ രംഗത്തിറക്കിയും അല്ലാതെ ഒരു പരിധി വിട്ടപ്പോൾ നേരിട്ടിറങ്ങിയും ഇറാൻ ആക്രമണം ഇസ്രയേലിന് നേരെ നടത്തിയിരുന്നു. എന്നാൽ ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മരണപ്പെട്ടതോടെ ഇറാൻ ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുകയായിരുന്നുവെങ്കിലും ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തുന്നതിന് വേണ്ട എല്ലാ പദ്ധതികളും തയ്യാറാക്കുന്നുമുണ്ടായിരുന്നു. കാരണം റൈസിയുടെ പദ്ധതിയായിരുന്നു ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തുക എന്നത്. അങ്ങനെ നേരിട്ട് കളത്തിലിറങ്ങാതെ ഹിസ്ബുള്ളയെ കളത്തിലിറക്കി പോര് കടുപ്പിക്കാൻ പദ്ധതി മെനഞ്ഞത് ഇറാനാണ്. ടെഹ്റാനിൽ ഹിസ്ബുള്ള ഇറാൻ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇസ്രയേലിന്റെ ലെബനൻ നീക്കത്തിൽ വിറളി പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങൾ. ലെബനനിലെ ഷിയ സായുധ സംഘമായ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രയേൽ നടത്തുന്ന നീക്കമാണ് പശ്ചിമേഷ്യയെ ആശങ്കയിലാക്കുന്നത്. ഘോരമായ യുദ്ധത്തിന് പശ്ചിമേഷ്യ സാക്ഷിയാകേണ്ടി വരുമോ എന്നാണ് ഭീതി. കഴിഞ്ഞ മാസം ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറെ ഇസ്രയേൽ സൈന്യം വധിച്ചതാണ് സ്ഥിതി വഷളാക്കിയത്. 100ഓളം റോക്കറ്റുകൾ അയച്ച് ഹിസ്ബുള്ള മറുപടി നൽകിയിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് ഹൈഫയിലെയും മറ്റും തന്ത്രപ്രധാന സ്ഥലങ്ങളുടെ വീഡിയോ ഹിസ്ബുള്ള പുറത്തുവിട്ടത് ഇസ്രയേലിനെ ചൊടിപ്പിച്ചിരുന്നു. ഇസ്രയേലിലെ ജനവാസ കേന്ദ്രങ്ങളും സൈനിക ആയുധപ്പുരകളും തുറമുഖങ്ങളും ആക്രമിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ഹിസ്ബുള്ള ചെയ്തത്. തൊട്ടുപിന്നാലെ യോഗം ചേർന്ന ഇസ്രയേൽ സൈനിക കമാൻഡർമാർ ഏതു സമയവും യുദ്ധം തുടങ്ങിയേക്കാമെന്ന സൂചന നൽകി. ഹമാസുമായുള്ള കടുത്ത യുദ്ധം അവസാനിച്ചുവെന്നും പക്ഷേ ആക്രമണം തുടരുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി.